നമ്മുടെ ഗൗതമി കുട്ടിയും നമ്മുടെ സീസൺ 2 നമ്മുടെ മണിയനുണ്ട് ശ്രീഹരി. ശ്രീഹരി എത്താണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീഹരി ആൻഡ് ഗൗതമി ഓൺ സ്റ്റേജ്. അവനങ്ങ് വല്ലാണ്ടല്ലേ ശ്രീഹരി വളർന്ന് പന്തലിച്ചു. അതെ, മുടിയൊക്കെ നോക്ക്. അതെ അതെ അതെ. എത്ര നാളായി ശ്രീഹരിയെ കണ്ടിട്ട്. ആ പാട്ട് കേട്ടിട്ടും. ചേട്ടൻ എന്ത് പറയണു ശ്രീറാം? ചേട്ടൻ നന്നായി പോണു, കുഴപ്പമില്ല, പാട്ടൊക്കെ നന്നായി പോണു. അമ്മ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖം. എല്ലാവർക്കും സുഖം. അപ്പൊ എന്നാ ഗൗതമി ഏത് പാട്ടാ പാടുന്നേ? തൈമാവിൻ തണലിൽ. തൈമാവിൻ തണലിൽ. രാജാസാർ മയാണല്ലോ. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൗതമി കുട്ടി. അതെ, ധാവണി നല്ല രസം കാണാൻ. നല്ല കളർ അല്ലേ? എന്റെ എപ്പോഴും ഒരു മഞ്ഞ ബ്ലൗസ് വന്നാ ഏതിന്റെ കൂടെയാണല്ലോ ആ മഞ്ഞ ഭയങ്കര എടുപ്പാ. അപ്പൊ എന്നാ ബാക്കി ഡീറ്റെയിൽസ്? മ്യൂസിക് ഇളയരാജ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, ഒരു യാത്രാമൊഴി 1997, പാടിയത് MG ശ്രീകുമാർ സാറും KS ചിത്ര. വെരി ഗുഡ്. അപ്പൊ എന്നാ തുടങ്ങല്ലേ? ഹരിക്കുട്ടന്റെ പാട്ട് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാ. അപ്പൊ പിന്നെ എന്തൊക്കെയാണ് ഒരു സീനിയർ എന്നുള്ള നിലയില് ഗൗതമിക്ക് അഡ്വൈസ് വല്ലതും കൊടുത്തോ? അതോ ഒന്നുമില്ല, കോൺഫിഡൻസ് കൊടുത്തോ? അല്ല, നന്നായി പാടുന്നുണ്ട്. ഒപ്പം പാടാൻ പറ്റിയാലും വളരെയധികം സന്തോഷം. ഓ, ഹരിക്കും സന്തോഷം. ഓക്കെ. ഗൗതമി എന്തെങ്കിലും ടിപ്സ് ഒക്കെ കിട്ടിയോ ഹരിയുടെ അടുത്ത്? ടിപ്സ് നന്നായി പാടാൻ നോട്ട്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ എന്നാ തുടങ്ങാം അല്ലേ? അല്ല, ശ്രീഹരി കണ്ടിട്ട് ഒരുപാട് പ്രോഗ്രാം ഒക്കെ ചെയ്ത് ശീലിച്ച് വന്നവരുടെ ഇവിടുന്ന് പോയ ആരാണ് ബിസി? നാടൻ പാട്ട് അടിപൊളിക്ക് അടിപൊളി, മെലഡിക്ക് മെലഡി, സെമി ക്ലാസിക്കൽ. അല്ല, അതാ ഡ്രസ് കോഡ് കാണുമ്പോഴേ അറിയാം പക്ക ഒരു പ്രോഗ്രാമിന്റെ ആളായി. അതെ അതെ. ഇപ്പൊ തുടങ്ങാം. റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനേ, വരിനെല്ലിൻ കതിരാർ വിരുന്നൂട്ടാം നിന്നെ. ചിഞ്ചിരച്ചിൻ പൂമ്പുഞ്ചിരി കൊഞ്ചലുമായി ദിനദിൻ ഏൻ ചിത്തിരമുത്തൊരുങ്ങ്. ഉത്രാട കുടചൂടും പൂത്തിരുനാള്, തൃത്താവേ നമ്മൾക്ക് പുടമുറി നാട്. തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനേ, പരിനെല്ലിൻ കതിരാൽ തിരുന്നൂട്ടാം നിന്നെ. എണ്ണത്തിരിവീള കാളി തെളിഞ്ഞത് നീലാമ്പൽ കണ്ണിൽ, എണ്ണക്കിന കണ്ടു തെന്നി തുടിക്കുന്ന പൊന്നീനെ കാണാൻ. എണ്ണത്തിരിവിള കാളി തെളിഞ്ഞൊരു നീലാമ്പൽ കണ്ണിൽ, നിന്നക്കിന കണ്ട് തെന്നി തുടിക്കുന്ന പൊന്നീനെ കാണാം. കൈക്കുമ്പിളിലെ പൈമ്പാലമൃതേ, വാർത്തിങ്കളിലെ പൊന്മാൻകുരുന്നേ. ഒരു നേരം കാണാഞ്ഞാൽ കഥയൊന്നും ചൊല്ലാഞ്ഞാൽ കരളോരം തിരതല്ലും കർക്കിടവാവ്. തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനേ, വരിനെല്ലിൻ കതിരാൽ വിരുന്നൂട്ടാം നിന്നെ. ചിഞ്ചിരച്ചിൻ പൂമ്പുഞ്ചിരി കൊഞ്ചലുമായി ദിനദിൻ ചിത്തിരമുത്തൊരുങ്ങ്. ഉത്താട കുടചൂടും പൂത്തിരുനാട്, തൃത്താവേ നമ്മൾക്ക് പുടമുറി നാട്. തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനേ, പരിനെല്ലിൻ കതിരാൽ ഇരുന്നൂട്ടാം നിന്നെ.
പ്രണയത്തിനാറാട്ടും പോരും പൂത്തിരി പൊന്തിരി പൂരനില തിരി നിന്നുള്ളിൽ പൂക്കും തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനെ പരിനെല്ലിൻ കതിരായി ഇരുന്നോട്ടാം നിന്നെ ചിഞ്ചില ചിം പുഞ്ചിരി കൊഞ്ചലുമായി ദിനദിൻ ചിത്തിരമൊത്തൊരുങ്ങ് തൈമാവിൻ തണലിൽ വരിനെല്ലിൻ കതിരായി വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ കലക്കി കലക്കി. ശ്രീഹരിക്കുട്ട, ഗൗതമിക്കുട്ടി എന്തോ വളരെ മനോഹരമായിരുന്നു പാടിയത്, നല്ല രസമുണ്ടായിരുന്നു. ഈ ഡാൻസേഴ്സും 12K വിസ്താരയിലുള്ള ആ ഒരു പിക്ചറുകളും അതുതന്നെ ഓർക്കസ്ട്രയും ടോപ്പ് ബാൻഡ് കലക്കി സൂപ്പർ. അപ്പൊ എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശ്രീഹരിക്കുട്ടന്റെ വോയിസ് ഇത്രയും മെച്യൂർ ആയതിനു ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോ കേൾക്കുന്നത്. കുറച്ചും കൂടി ഗാംഭീര്യമൊക്കെ വന്നിട്ടുണ്ട്. അതെ, ചേട്ടന്റെ ശബ്ദം. അതെ. പിന്നെ അരെ ഗൗതം, എന്തൊക്കെയുണ്ട് വിശേഷം? ക്യാ ഹാലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതിൽ ഇന്ന് പാടിയതിൽ എനിക്ക് അനുപല്ലവിയുടെ കുറെ ഭാഗങ്ങളും ചരണത്തിന്റെ കുറെ ഭാഗങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പല്ലവിയില് ആ സംഗതിയില്ലേ, ഇത് പല്ലവി തന്നെ സംഗതികളാണല്ലോ, കുരുകുരൻ സംഗതികളാണ്. തൈമാവിൻ തണലിൽ തരരാ തളിരുണ്ണും മൈനേ വരിനെല്ലിൻ കതിരാൽ വിരുന്നൂട്ടാം നിന്നെ. ആ സംഗതി താരാ അത് ക്ലാരിറ്റി ഇല്ല. തണലിൽ അതെ, അത് പാടിയ എല്ലാ സ്ഥലത്തും അത് സ്ലിപ്പായി പോയിട്ടുണ്ട്, അതിന്റെ ക്ലാരിറ്റി വന്നിട്ടില്ല അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കേട്ടോ. പിന്നെ എണ്ണത്തിരി വിളക്കാളി തെളിഞ്ഞ അതിന്റെ ആ 2 ലൈനൊക്കെ നല്ലായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു. എന്നെക്കിനാ കണ്ട് അതിന്റെ ആ സംഗതി എങ്ങനെയായിരുന്നു? അതെ, എന്നെക്കിനാ കണ്ട് തെന്നിത്തുടിക്കുന്ന ആ നോട്ട് കറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യണം. താര 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 എന്നെക്കിനാ കണ്ട് തെന്നിത്തുടിക്കുന്ന താര, ആ നോട്ട് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യണം കേട്ടോ, എന്നാലാണ് അതിന്റെ ഒരു ഭംഗി. ഇതാണ് ഇന്നുണ്ടായ പ്രശ്നം. സംഗതികളുടെ ആ ക്ലാരിറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രീഹരിക്കുട്ട നന്നായിരുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗൗതമിക്കുട്ടി, ശ്രീഹരിക്കുട്ട, വളരെ സന്തോഷം കേട്ടോ. ശ്രീഹരി പാട്ടൊക്കെ കേട്ടതില് സന്തോഷം, നന്നായിരുന്നു. ഗൗതമിക്കുട്ടി ഇപ്പം കൂടുതലൊന്നും പറയില്ല, ഇത് തന്നെയാണ് എനിക്കും തോന്നിയത്. അതായത് നമുക്ക് ഈ ഫിലിം മ്യൂസിക്കിൽ യൂസ് ചെയ്യുന്ന സംഗതികള് ചിലതല്ല അണ്ടർലൈൻ സംഗതീസ് എന്ന് പറയും. അതായത് ഇപ്പം സനി എന്നുള്ളതിന് അത് നോർമൽ സ്പീഡ്, സനി അങ്ങനെ പറയുമ്പോൾ നമ്മൾ നൊട്ടേഷൻ ചെയ്യും എന്നുള്ളത്. അത് നമ്മൾ അതിന്റെ അടിയിൽ ഒരു വര വരച്ചാൽ, നമ്മൾ നൊട്ടേറ്റ് ചെയ്താൽ ഒരു വര വരച്ചാൽ ഇത് സ്പീഡാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഈ അണ്ടർലൈൻ സംഗതികൾ നിറയെ ഉള്ള ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക് മേഖലയാണ് ശരിക്കും ഫിലിം മ്യൂസിക്. എല്ലാ മ്യൂസിക്കിലും ഉണ്ടെങ്കിലും ഫിലിമിൽ നിറയെ ഇതുണ്ട്. അതിൻ്റെയൊക്കെ രാജ്ഞിയാണ് നമ്മുടെ ചിത്ര ചേച്ചി. ഓഫ് എന്റെ പൊന്നെ. അപ്പൊ അത് ഭയങ്കര അതൊരു എന്നുള്ള ഇത് നമ്മളിങ്ങനെ ചുമ്മാ കുറേ ഒരു 1500 പ്രാവശ്യം എല്ലാം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവം, കാരണം ഈ ഫസ്റ്റുള്ള 3 ലൈനിലും ഈ ഒരു സംഗതി മെയിനാണ്. പിന്നെ മോളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, മോള് മറ്റേ ഇളനീരും പൂക്കലും ഏതോ ഒരൊറ്റ ശ്വാസത്തിൽ മോള് പാടി, മെടുക്കിയല്ലേ. അതൊക്കെ ആ സ്റ്റേജിൽ വന്ന് നമുക്ക് ചിലപ്പോൾ വിചാരിക്കും ഇന്ന് നമ്മൾ ഒറ്റ ശ്വാസം തീർക്കുന്നത്, പക്ഷെ പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും ദൈവമാണ് കാറ്റ്. അപ്പോഴാണ് നമ്മൾ അറിയാതെ സംഭവിക്കും. അതെ, കൂടുതൽ കോൺഷ്യസ് ആകുമ്പോൾ ചിലപ്പോൾ ശ്വാസം കിട്ടില്ല. അത് നന്നായി പാടി. എന്തായാലും നല്ല പാട്ട് സെലക്ഷൻ. രാജാ സാർ എന്ന് പറഞ്ഞ സമം കീരവാണി എന്ന് പറയും. കീരവാണി എന്ന് പറഞ്ഞ രാഗത്തിന്റെ പേര്. കർണാട്ടിക് മ്യൂസിക്കിലെ ഇത്രയും വെറൈറ്റി ആയിട്ടൊരു ആ രാഗത്തിന്റെ നളിന പ്രയോഗങ്ങൾ, ഓമനത്വം, അതിന്റെ
ലൈറ്റ് വേർഷൻസ് ഒക്കെ ഇത്രയധികം കൊടുത്തിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ വേൾഡിലില്ല. അപ്പൊ ബാക്കി ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് മോള് പാടിയിട്ടുണ്ട്. പക്ഷെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഈ നമ്മുടെ അണ്ടർലൈൻ സംഗതീസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. രണ്ടുപേരും ഉഗ്രനായിട്ട് പാടി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പരിചയപ്പെട്ടതിന്റെ ആണോ എന്തോ, രണ്ടുപേരും രണ്ട് ദിക്കിലായിരുന്നോ എന്നൊരു ഈ പാട്ടില് ഇത്രയും സ്നേഹമല്ലേ, അപ്പം കുറച്ച് നിങ്ങൾ തമ്മിലൂടെ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇതിനപ്പുറം റിസൾട്ട് വന്നേനെ. മോനെ നല്ല രസമായിട്ട് പാടി, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം ഓൾറെഡി യു പ്രൂവ്ഡ്. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി, ശ്രീഹരി ശ്രമിക്കാഞ്ഞിട്ടല്ല, ഗൗതമിന് ശരിക്കും കാലൊക്കെ ഇത്തിരി വയ്യായിരുന്നു, അപ്പൊ അധികം പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഇവര് തമ്മിൽ അങ്ങനെ ഒരു ഇപ്പൊ പെട്ടെന്ന് പഠിച്ച് പാടുന്നതിന്റെ ഒരു ഇതില്ല. പക്ഷെ എന്നാലും കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായത്. പ്രത്യേകിച്ച് ആ സ്റ്റാർട്ടിങ്ങിലെ സംഗതി ഇപ്പൊ മനസ്സിലായല്ലോ, അതാണ് ഇതിന്റെ മെയിൻ തുടക്കം എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിരുന്നു, സൂപ്പർ. അപ്പൊ ഇന്ന് ഗൗതമി കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടിയൊരു രാജ സാർ പൂക്കുറ്റി. അമ്പിളിക്കൊമ്പന്റെ രണ്ടുപേർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ. പൂത്തിരി പൊന്തിരി പൂരനില തിരി